ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? കണ്ട നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ ഇത്? നമുക്ക് ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഹെയർ ബാൻഡ്? നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോസൊക്കെ കാണണം, കമൻസ് അറിയിക്കണം, പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈക്കും ചെയ്യണം. കണ്ട നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അല്ലേ? 2-3 മുടിയും ഇടാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പഠിക്കല്ലേ? അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 mm ഹുക്കാണ് കേട്ടോ. ഞാനത് ചെറിയ ഹുക്ക് എടുത്താലാണ് ഇത് ഭംഗി ഉണ്ടാവുള്ളൂ. വലിയ ഹുക്കിൽ നമുക്ക് ചെയ്ത് പഠിക്കാം എന്ന് മാത്രം. ചെറിയ ഹുക്കിൽ ചെയ്താൽ അതിന് ആ ഒരു നീറ്റ്നെസ്സും ഭംഗിയൊക്കെ കിട്ടുള്ളൂ. ആദ്യം ഒരു മാജിക് റിങ് ഇടാം കേട്ടോ. മാജിക് റിങ് ഇട്ടു. ഇനി നമ്മളിതിൽ ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇത്തിരി ചെറിയ ഫ്ലവറാണ്, കുറച്ച് വലിയ ഫ്ലവർ തന്നെ കാണിച്ചു തരാം. ഈ മാജിക് റിങ്ങിൽ നമ്മൾ ഇനി കുറച്ച് ഈ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ചെയ്യണേ. ആദ്യം ഒരു 2 ചെയിൻ ഇടുക. എന്നിട്ട് ഇതിൽ 15 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. 15 എണ്ണം ചെയ്തെടുക്കണം. 1 2 3. അപ്പോൾ ഡബിൾ ക്രോഷ്യക്ക് എല്ലാവരും ചെയ്യാൻ പഠിച്ചിട്ടുള്ളതല്ലേ? എല്ലാവരും ചെയ്ത് പഠിക്കാത്തവർ ഒക്കെ ഒന്ന് പഠിച്ച ആഗ്രഹമുള്ളവർ എടുത്ത് പഠിക്കുക. എൻ്റെ മുന്നത്തെ വീഡിയോസിലുണ്ട്, ബേസിക് സ്റ്റിച്ചിൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കാം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ, 4, അങ്ങനെ 15 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഈ ഫസ്റ്റ് സ്റ്റിച്ച് പോയിന്റിൽ ഇൻസേർട്ട് ചെയ്തു. അതവിടെ സെക്യൂറായി. ഈ ബാക്കിൽ ഈ ഇതുണ്ടല്ലോ മാജിക് റിങ്ങിൻ്റെ ഈ ത്രെഡ് നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കാം. ഇനി ഈ ത്രെഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ത്രെഡിന് ഇവിടെ കട്ട് ചെയ്യണം നമ്മൾ കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഇതിങ്ങനെ. ഈ യെല്ലോ ത്രെഡ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് പോയിന്റിൽ കൂടെ നമ്മൾ ഇതിനെ വലിച്ചെടുത്തു. അതോടെ ഒരു ഹുക്കിട്ട് നമ്മൾ ടൈറ്റാക്കി. നമ്മളിതിലാണ് ചെയ്യാൻ പോണത്. ഇതിൽ ഒരു 5 ചെയിൻ ചെയ്യണം കേട്ടോ. 1 2 3 4 5 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യ തന്നെ. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് ഒരു 3 ചുറ്റാണ് വരുന്നത്, അല്ല 2 ചുറ്റാണ്. ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ഇതിൽ 4 ചുറ്റ് വരുന്നുണ്ട്. 1 2 3 4 ചുറ്റ് വരുന്നുണ്ട്. ഇനി ഈ സ്റ്റിച്ചിലെല്ലാം അടുത്തതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഈ നെക്സ്റ്റ് ചെയിൻ പോയിന്റിൽ നമ്മൾ എടുക്കണം കേട്ടോ. ഇതിൽ കൂടി 1 എടുത്തു, 2 എടുത്തു, 3 4 5. കറക്റ്റായി കണ്ടില്ലേ? ഇത് ഒന്നുകൂടി 1 2 3 4 ചുറ്റി. ഇതിവിടുന്ന് പോകരുത് കേട്ടോ. അത് ചെയ്ത് പ്രാക്ടീസ് ആയാലും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുള്ളൂ. ആ സെയിം ഈ സ്റ്റിച്ച് പോയിന്റിൽ തന്നെ ആദ്യം കുത്തിയ ആ സെയിം സ്റ്റിച്ച് പോയിന്റിൽ തന്നെ വീണ്ടും ചെയ്തു.
ചെയ്തു. ഞാൻ അതിൽ തന്നെ ഒന്നുകൂടിയും ചെയ്യണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ 3 ഇതിൽ 3 ചെയ്തില്ലേ, ഇനി ചെയ്യേണ്ടത് 1, 2, 3, 4, 5. 5 ചെയിൻ ഇടുകയാണ്. 5 ചെയിൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യണ ഇതുണ്ട്, ഈ 2 ഇതിങ്ങനെ എടുക്കണം, ഇതിങ്ങനെ എടുക്കണം. ഇതിൽ എടുത്തു. എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഈ പെറ്റലിൻ്റെ ഈ ഒരു കുനിപ്പൂടെ വന്നു നമുക്ക് കണ്ടോ. ഇത് കിട്ടാനാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടോ. ഇനി നമ്മൾ വീണ്ടും 1, 2, 3, 4 പ്രാവശ്യം ചുറ്റിയെടുത്ത് അടുത്തതിൽ ഇവിടെ ഈ 3 ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് പോയിന്റിലാണ് നമുക്ക് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5. അപ്പോൾ ഇതാ ഈ പെറ്റലൂടെ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇത് കേട്ടോ. 2, 3, 4 ചുറ്റി വീണ്ടും അതേ സ്റ്റിച്ച് പോയിന്റിൽ തന്നെ വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അടുത്തത് ട്രിപ്പിൾ ക്രോഷേ. ഇനി ഒന്നും കൂടി ഇവിടെ 3 ചെയ്തില്ല, ഇനി വീണ്ടും ഒന്നുകൂടി 1, 2, 3, 4. 1, 2, 3, 4, ലാസ്റ്റ് 5. ഇനി ഇപ്പോൾ ഇത് ഇതിൽ ആദ്യത്തേൽ 3 ചെയ്തു, രണ്ടാമത്തേൽ 3 ചെയ്തു. ഇനി 5 ചെയിൻസ് ഇവിടെ ആദ്യം ഇട്ട പോലെ 5 ചെയിൻസ്. 1, 2, 3, 4, 5 ചെയിൻസ് ഇട്ടു. എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റിച്ച് പോയിന്റിലാണ് അതിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഒരു പെറ്റലായി. ഇതാണ് ഒരു പെറ്റല്, മനസ്സിലായില്ലേ? ഇനി വീണ്ടും നമ്മൾ അടുത്ത പെറ്റലിലേക്ക് പോകണം. അപ്പോൾ 1, 2, 3, 4, 5. 5 ഇവിടെ നമ്മൾ ആദ്യം 5 ഇട്ടു, ഇവിടെ ഇൻസേർട്ട് ചെയ്തു, വീണ്ടും 5 ഇടണം. എന്നിട്ട് 1, 2, 3, 4 ചുറ്റി. ഇനി അടുത്ത സ്റ്റിച്ച് പോയിന്റ് ഇതിൽ തന്നെ ചെയ്യരുത്, അടുത്തതിൽ. ഇത് നന്നായി പ്രാക്ടീസായാൽ മാത്രമേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഈ ട്രിപ്പിൾ ക്രോഷ്യ ഇത്രയും ചുറ്റിയെടുക്കുന്നതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചുറ്റുമ്പോൾ ഈ ഹുക്കിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ ലൂസായി താഴെ പോകും. ഇതിലിങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മുടെ കയ്യിന് പ്രാക്ടീസ് ആവണം. 3, 4, 5. ഇനി അടുത്തതിൽ വീണ്ടും അങ്ങനെ എപ്പോഴും നമ്മളിത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ചെയ്ത് നോക്കി കുറേ വട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ വേഗം കിട്ടുള്ളൂ ചെയ്യാനായിട്ട്. അത്ര ഇതിനൊക്കെ എന്ത് സാധനങ്ങളും അങ്ങനെയാണല്ലോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമല്ലേ നമുക്ക് അത് നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടുതൽ പ്രാവശ്യം ഇത് വർക്ക് ചെയ്ത് നോക്കുക. ആദ്യം ബേസിക് സ്റ്റിച്ചിനെ നല്ലോണം തറവാക്കിയാൽ മതി. അപ്പോൾ പിന്നെ പേടിക്കണ്ട, നമുക്ക് ഏതും സ്റ്റിച്ചും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറേ വർഷത്തെയാണ്. ഒരുപാട് വർഷമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ചെയ്തു തുടങ്ങിയ സംഭവം.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഇത്ര നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, 2 പെറ്റലായി. ഇനി ഇതുപോലെ ബാക്കിയുള്ള നമുക്ക് 5 പെറ്റൽസാണ് ഇതിൽ വരിക. ബാക്കി 3 കൂടിയും ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ഇത് ഏറ്റവും നന്നായി തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇതുപോലെ മുടിമടാനൊക്കെ ആക്കിയ നമ്മളുണ്ടാക്കി തന്നെ കുട്ടികളെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, ഉണ്ടാക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അവർക്ക്. മുടിമടാൻ അവരെ അമ്മ അല്ലെങ്കിൽ ചേച്ചി ആൻറ്റിയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഗമയല്ലേ. ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം, കുഴപ്പമില്ല. പിന്നാണ്ട് ചെയ്തൊക്കെ കറക്റ്റായി വന്നോളും. അപ്പോൾ അതേവിടെ 5 പെറ്റലും ചെയ്തെടുത്തു കേട്ടോ. കഴിഞ്ഞിട്ട് ഇനി ത്രെഡ് കൂടി നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യണം, കാരണം ഈ ബാൻഡ് ഇതിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതാ നമ്മളുടെ ഫ്ലവർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ചില പെറ്റലിന് ഇത്തിരി വലിപ്പം കൂടുതൽ, വണ്ണം കൂടുതൽ. അത് വേറെ ഒന്നല്ല, ഇത്തരം ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റേഷനറീസ് എന്നൊക്കെ വാങ്ങിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പമാണത്. അതിന് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ വരുന്നതിലിടയ്ക്ക് ചില സ്ഥലത്ത് വണ്ണം കുറഞ്ഞിട്ട് നല്ല തിന്നായിട്ട് കാണാം, ചില സ്ഥലത്ത് ഇത്തിരി കട്ടിയിലൊക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ കണ്ടത് ഇതിപ്പോൾ ഈ ഭാഗത്തേക്ക് കുറച്ച് ത്രെഡിന് ഇത്തിരി വണ്ണം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പെറ്റൽ ഇത്തിരി വണ്ണം കൂടി തോന്നുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് സംഭവങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം. നല്ല ത്രെഡൊക്കെ ഓൺലൈനിൽ കിട്ടും, വാങ്ങിച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ ഇത് ബാക്കിയുള്ള ത്രെഡിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കെട്ടി വയ്ക്കുക, അത്രയും ചെയ്താൽ മതി. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ച്, അപ്പോൾ ഇതൊക്കെ ഈ ത്രെഡൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടിയും സേഫായിട്ടിരിക്കും. കെട്ട് അഴിഞ്ഞു അത് ഒന്നുമില്ലല്ലോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴേ അത് പെട്ടെന്ന് അടർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കെട്ടി വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മളിതിവിടെ കെട്ടി കറക്റ്റായി കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഈ ഫ്ലവർ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇതിലും ചെറിയ ഹുക്ക് ഇട്ടിട്ട് ചെയ്തതാണ് ഇത്. അപ്പോൾ നല്ല ചെറുതാകുമ്പോൾ അത്രയും ഭംഗി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നത്തെ വർക്ക്? ഇടാ വളരെ മനോഹരമായിട്ടിരിക്കണ്, നല്ല രസമുണ്ടല്ലേ. കുട്ടികൾക്കൊക്കെ ഇട്ടെടുത്ത് നല്ല ഭംഗിയാണ്. കുറച്ച് ക്ഷമ വേണം ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിങ്ങനെ നല്ല എപ്പോഴും വർക്ക് ചെയ്ത് കഴിയുന്നത്രയും എക്സ്പീരിയൻസ് ആവണം. അപ്പോഴാണ് അത് ഇത്രയും ഭംഗിയിലൊക്കെ ആയി കിട്ടുക. അപ്പോൾ അതിനെല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. ഓക്കെ, ഇതിലേത് ഫ്ലവർ, ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. വലിയതാണോ ചെറിയ ഫ്ലവറാണോ ഇഷ്ടമായി ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. കുട്ടികൾക്കൊക്കെ മുടിയിൽ വെച്ച് കൊടുത്താലേ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ബാൻഡില്ലാതെ ഇത് മാത്രം ആക്കിയിട്ട് സ്ലൈഡ് കുത്തി കൊടുത്താലും മതി. അല്ലെങ്കിൽ ടിംടി എന്ന് പറയുന്ന ആ സംഭവമില്ലേ, അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയല്ലേ. ഭംഗിയുണ്ടോ? അപ്പോൾ ഇനി വേറൊരു സംഭവമായിട്ട് കാണാം. ഓക്കെ, ബൈ.